പോയില്ലേ? ചേച്ചി ഇവിടെ ഒറ്റക്കാക്കിട്ട് ഞാൻ എങ്ങനെ പോവാനാ? ഓടരുത് ഓടരുത് ഓടരുതെന്നാ പറഞ്ഞേ. എടാ ചെറുക്ക കാലേ പറഞ്ഞ കുട്ടികളായാല് കുറച്ച് മുതിർന്നവരോട് ഭയഭക്തി ബഹുമാനം ഒക്കെ വേണം. എനിക്ക് കുട്ടികളായിട്ടില്ല. വേൾഡ് കിടക്കണേ പുഷ്പ വളക്കുന്ന ഉപകരണത്തിന്റെ പേര് പറ. തവി തവി. എടാ വാസുവിന്റെ അമ്മ അടുക്കളയെ കപ്പ കുഴിഞ്ഞ കാര്യം ആരെങ്കിലും ചോദിച്ചോടാ. എത്ര കാലങ്ങളാ നീ ഓടാൻ തുടങ്ങിയിട്ട്? ഓടിക്കഴിഞ്ഞാൽ വേസ്റ്റ് കുറയും. ഇത് വയറല്ല, വേസ്റ്റ്. ഇവിടെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സദാചാര ലംഘനങ്ങളുടെ ഫലമായിട്ടല്ലേ മിസ്റ്റർ ആന്റണി വന്നിട്ടുള്ളത്? ഇതെന്താ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യണോ? എന്റെ ഒരു സാധനം പോയി. ഇത് എനിക്ക് കിട്ടിയതല്ലേ, ഞാൻ എന്റെ കയ്യിലിടുന്നതിന് എന്താ പ്രശ്നം? എന്നാ ഒരു കാര്യം ചെയ്യാം, നീ വിക്ക്. Good evening and welcome to Luna's Comedy Super Night powered by Gopu Nandala G-Mart. കോമഡി സൂപ്പർ നൈറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളും അപ്ഡേറ്റ്സും ഇനി വരാനിരിക്കുന്ന കാഴ്ചകളും ഒക്കെ ഒന്ന് നേരത്തെ അറിയണമെങ്കിൽ ലൂനാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദല ജി മാർട്ടിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യണം. ആ പേജ് ലൈക്ക് ചെയ്യണം. ആ പേജിന്റെ അഡ്രസ് എങ്ങനെയാണ് www.facebook.com/comedy-supernight. ആഹാ എവിടെ വന്ന് നിൽക്കുകാരനാ നീ? എവിടെ പോയി ഒളിച്ചാലും ഞാൻ പിടിക്കും. ഓടരുത് 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 നിന്നെ ഞാൻ ഓടരുതെന്നാ പറഞ്ഞേ. എടാ ചെറുക്ക കാലേ പറഞ്ഞ തീർന്ന് ഞാൻ പറഞ്ഞേക്കാം. അവിടെ നിൽക്കടാ. കുറ്റം കെട്ടവനല്ലേ പിള്ളേരിങ്ങനെ തല്ലാൻ പാടുണ്ടോ? അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട മോളെ. മോളോ? അല്ല കുട്ടി. കുട്ടിയോ? എന്റെ പൊന്നമ്മച്ചി. എന്റെ പൊന്നു കുഞ്ഞെ, ഞാൻ ഇവന്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഇവന്റെ അധ്യാപകനാ. ഇവൻ ക്ലാസ്സിൽ കയറാതെ മുങ്ങി നടക്കാൻ തൊട്ട് 2-3 ദിവസമായി. ഇവൻ എവിടെ പോയി ഒളിച്ചാലും പൊക്കൊന്നും പറഞ്ഞ് ഞാൻ രാവിലെ ഇറങ്ങിയത് അറിയാവോ? എന്ന് വെച്ച് നമ്മളിങ്ങനെ കുട്ടികളെ തല്ലേണ്ട ആവശ്യമില്ല മാഷേ, നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാമല്ലോ. ഓ മോനെ, കുട്ടികളായാല് കുറച്ച് മുതിർന്നവരോട് ഭയഭക്തി ബഹുമാനം ഒക്കെ വേണം. മനസ്സിലായോ? ഈ ചേച്ചിക്ക് ഒന്നും അറിയാൻ പാടില്ലേ? എനിക്ക് കുട്ടികളായിട്ടില്ല. തരത്തിലുള്ള നല്ല വർത്തമാനങ്ങൾ മാത്രമല്ല, ഇവൻ പഠിത്ത കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല. അതെന്താ മോനെ, നമ്മൾ നന്നായിട്ട് പഠിക്കണ്ടേ സ്കൂളിൽ പോയിട്ട്? നമ്മൾ എന്തിനാ സ്കൂളിൽ പോണേ? പഠിക്കാൻ. പഠിക്കാൻ. എന്തിനാ പഠിക്കുന്നേ? പരീക്ഷ എഴുതാൻ. പരീക്ഷ എഴുതാൻ. ഇപ്രാവശ്യം ഓണ പരീക്ഷ ഉണ്ടോ? ഇല്ല. ഇല്ല. പിന്നെന്തിനാ പഠിക്കുന്നേ? പഠിക്കണോ? വേണ്ട. വേണ്ട. അപ്പൊ പിന്നെന്തിനാ സ്കൂളിൽ പോണേ? പശുവിനെ പുല്ല് തീറ്റാനോ? കണ്ടോ എങ്ങനെ ഉണ്ട് സാധനം? അല്ല, ഞാൻ വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ഇവനെയോ? അല്ല, ഞാൻ ശ്രമിക്കാലോ. മോനെ, മോൻ കേട്ടിട്ടുണ്ടോ എബ്രഹാം ലിങ്കൺ, അതുപോലെ ജോർജ് വാഷിങ്ടൺ, ഇതുപോലെയുള്ള വലിയ വലിയ ആളുകളൊക്കെ എങ്ങനെയാ മഹാന്മാരായത്? അവര് സ്ട്രീറ്റ് ലൈറ്റിലെ ഈ തെരുവ് വിളക്കിന്റെ കീഴെ രാത്രി ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് വലിയ ആൾക്കാരായത്. അല്ല ചേച്ചി, ഞാൻ അറിയാൻ പാടില്ലായിട്ട് ചോദിക്കാം. ചോദിച്ചോളൂ. ഈ മഹാന്മാർക്കൊക്കെ പകലെന്തായിരുന്നു പരിപാടി? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. സാധാരണ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ബാഗിനകത്ത് ചോറ്, പുസ്തകം, സ്ലേറ്റ്, പേന ഇതെല്ലാം കൊണ്ടുപോയിരുന്നു. പക്ഷെ ഇവന്റെ ബാഗില് എന്താ ഉള്ളത് ചോദിച്ചു? എന്താ മോനെ ബാഗില്? ടാബ്. 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 മനസ്സിലായല്ലോ. എന്തിനാ ഇവൻ കൊണ്ട് നടക്കണമെന്ന് അറിയാവോ? എന്തിനാ? ഉച്ചക്ക് ഊണ് കഴിഞ്ഞ കമന്ന് കിടന്ന് അങ്ങ് ഉറങ്ങാൻ. ടാബ് കൊണ്ട് നടക്കുന്നത്. അതെ അതെ. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിലൊന്നും വെക്കാനില്ലെങ്കിലും നമ്മൾ നടന്നായാലും നമ്മൾ സ്കൂളിൽ ചെല്ലുമായിരുന്നു. കൃത്യസമയത്തെങ്കിലും ചെല്ലും. ശരി. ഫസ്റ്റ് ബെൽ അടിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്കൂളിലെത്തും. അങ്ങനെയാണ് നമ്മളൊക്കെ ശീലിച്ചത്. പക്ഷെ ഇവൻ സ്കൂളിലെത്തുന്നത് എങ്ങനെയാണ്? എന്നും താമസിച്ചെത്തത്തുള്ളൂ. അതോ 1-2 പീരീഡ് കഴിഞ്ഞ് 3ാമത്തെ പീരീഡ് തുടങ്ങുമ്പോഴായിരിക്കും ഇവൻ കയറി വരുന്നത്. അതത്ര നല്ല ശീലമല്ലല്ലോ മോനെ. നമ്മള് കൃത്യസമയത്ത് പറഞ്ഞില്ലേ, ഫസ്റ്റ് ബെൽ അടിക്കുന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ ഉണ്ടാവണം. അങ്ങനെ നല്ല കുട്ടികള്. ചേച്ചി, അതെന്താണെന്നറിയോ? എന്താണ്? ഞാൻ ഇങ്ങനെ സ്കൂളിൽ പോകാനായിട്ട് ഇങ്ങനെ നല്ല സുന്ദര കുട്ടികളായിട്ട് ഒരുങ്ങി നിൽക്കുമ്പോ നിന്ന് സ്കൂളിലേക്ക് ഇങ്ങനെ വരുമ്പോ അവിടെ ഒരു ബോർഡ് കാണും. ഗോ സ്ലോ. അടുത്തുണ്ട്, പതുക്കെ പോവുക. ഞാനത് കണ്ട് അതനുസരിച്ച് നടന്ന് എത്തുമ്പോഴേക്കും ഫസ്റ്റ് പീരീഡും കഴിഞ്ഞ് സെക്കൻഡ് പീരീഡും കഴിഞ്ഞ് തേർഡ് പീരീഡിനുള്ള ബെല്ലടിച്ചു കാണും. അയ്യോ മോനെ, അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബോർഡല്ല. അത് ഈ വണ്ടിക്കാര് കാണാൻ വേണ്ടിട്ട് വെച്ചിരിക്കുന്ന ബോർഡല്ലേ? ഇവൻ താമസിച്ച് വരുന്ന പോട്ടെ, ഈ കഴിഞ്ഞ ആഴ്ച ഇവൻ താമസിച്ച് വന്നത് വേറൊരു പട്ടിയെ കൊണ്ടാ.
ഒരു പട്ടിയെ കൊണ്ട് ഇവൻ ക്ലാസ്സിൽ കയറി വന്നെന്ന്. അതൊക്കെ മോശമല്ല, അങ്ങനെയൊക്കെ ചെയ്യാൻ പാടും. അന്നേരം തന്നെ ഞാൻ ഇറക്കി വിട്ട് ഇറക്കി വിട്ടു. ഞാൻ പറഞ്ഞ അച്ഛനെ വിളിച്ചോണ്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു. അന്ന് മുങ്ങിയതായവൻ. പിന്നെ ഇവനെ കണ്ടിട്ടില്ല. ഞാൻ വീട്ടിലൊക്കെ ചെന്ന് അന്വേഷിച്ച് എവിടെ കാണാൻ ഇവനെ. അതെന്താ മാഷ് എന്താ പറഞ്ഞു വിട്ടേ? എന്റെ ചേച്ചി എന്റെ ബുദ്ധിമുട്ടറിയണം. ഈ മാഷ് ഞാൻ പട്ടിയും കൊണ്ട് ചെന്നപ്പോഴേ അതിന്റെ അച്ഛനെ കൊണ്ടുവരാൻ പറഞ്ഞില്ലേ, അതിന്റെ അച്ഛനെ അന്വേഷിച്ച് തപ്പിയതാ. ഒരാഴ്ച പിടിച്ചു അച്ഛനെ കിട്ടാൻ. എടാ പട്ടിയുടെ അച്ഛന്റെ കാര്യമാണോടാ പറഞ്ഞത്? നിന്റെ അച്ഛന്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. അതെല്ലാം പോട്ടെ. സാധാരണ ഓരോ പിള്ളേരുടെയൊക്കെ പ്രോഗ്രസ് കാർഡ് കാണണം, എന്ത് രസമെന്നറിയോ. പക്ഷെ ഇവന്റെ പ്രോഗ്രസ് കാർഡ് ഒന്ന് കാണണം, ഞെട്ടിപ്പോകും. എന്താ മാഷെ? നമ്മുടെ മൊബൈൽ നമ്പർ ഇല്ലേ എന്ന് പറഞ്ഞ പോലെ ഇരിക്കണേ. മനസ്സിലായ? ഇല്ല, 10 താഴെയുള്ള അക്കങ്ങളാ. 8 6 4 3 0 2 1 ഇതൊക്കെയാണ് അവന്റെ പ്രോഗ്രസ് കാർഡിൽ ഉള്ളത്. ഈ സാറ് പറഞ്ഞതിൽ ഒരു കാര്യം മാത്രം തെറ്റാ. എന്താണത്? 10 കുറവ് ആണ് മാർക്ക്. എനിക്ക് 10 കൂടുതൽ ഒരു വിഷയത്തിന് മാർക്ക് ഉണ്ടല്ലോ. മലയാളത്തിനായിരിക്കും 10 കൂടുതലുണ്ട്. ഞാൻ വെച്ച് കീറിക്കളയും. ടോട്ടൽ എന്ന് പറഞ്ഞാൽ മൊത്തം കൂടെ ഉള്ളതാ. പറഞ്ഞ മനസ്സിലായോ? ഇവൻ ഇങ്ങനെ വെറും കിഴങ്ങനല്ല, ഗോൾഡ് കിഴങ്ങന, വേൾഡ് കിഴങ്ങന. ഒരു ചെറിയ സംഭവം. നമ്മുടെ ഈ ഊഷ്മ വളക്കുന്ന ഉപകരണത്തിന്റെ പേര് പറ. തവിയോ? ചട്ടുകം കൊണ്ട് എങ്ങനെ ഊഷ്മാ വളക്കം? അല്ല, ഉപ്പുമാവ് വളക്കം. പിന്നെ ചട്ടുകം തവി അല്ലാതെ പിന്നെ എന്താ എടുക്ക? എടാ ഉപ്പുമാ വളക്കുന്ന കാര്യമാണോ തീറ്റി പണ്ടാരവേ പറഞ്ഞത്? എടാ ഊഷ്മാ വളക്കുന്ന ഉപകരണം, അതിന്റെ പേരെന്താന്നറിയാമോ? അതിന്റെ പേരാണ്, ഇനി തെറ്റിക്കോ, ഊഷ്മാ വളക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് തെർമോമീറ്റർ. എങ്ങനെ? അതെന്തിനാ പെട്ടെന്ന് പറഞ്ഞേ? ഇനി തെറ്റിക്കുവോ? തെർമോ ഒന്നുകൂടെ പറഞ്ഞാൽ തെർമോമീറ്റർ. ഇനി സാമൂഹ്യ പാഠത്തിൽ നിന്നൊരു ചോദ്യം. അതായത് നമ്മുടെ വാസ്കോഡ ഗാമ എന്ന് കേട്ടിട്ടുണ്ടോ? വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത് എവിടെയാണ്? ആരടുക്കള? വാസുവിന്റെ അമ്മ കപ്പ പുഴുങ്ങുന്നത് പിന്നെ അടുക്കളയില്ലാതെ. എടാ വാസുവിന്റെ അമ്മ അടുക്കള കപ്പ പുഴുങ്ങിയ കാര്യം ആരെങ്കിലും ചോദിച്ചോടാ? വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത് എവിടാന്നല്ലേ ചോദിച്ചേ? വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയ സ്ഥലം എവിടാ? കാൽപ്പാടാണോ? കാൽപ്പാടാണോ? കാപ്പാട്. ഇവരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളെ പറഞ്ഞാൽ മതി, അവര് വേണം ഇതെല്ലാം പഠിപ്പിച്ച് വിടാൻ. നമ്മളെ പഠിപ്പിക്കാനുള്ള നമ്മളെ പഠിപ്പിക്കും. അതുപോലല്ല ചിട്ടകള്, ദൈവഭയം, അതൊക്കെ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കണം. ശരിയാ. പക്ഷെ അവന് കുറച്ച് ദൈവഭയമൊക്കെ ഉള്ള കൂട്ടത്തിലാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്, കുറച്ച് വികൃതിയാണെങ്കിലും. സാറേ, ഒന്നാമത്തെ കാര്യം, നമ്മള് കുട്ടികളെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടല്ല നമ്മൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. നോക്കിക്കോളൂ, ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് വേണം. ഓക്കെ, മാഷ് ശ്രദ്ധിച്ചോളൂ. മോന് ഈശ്വര വിശ്വാസം ഉണ്ടല്ലോ. നമ്മുടെ സ്കൂളിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലല്ലേ രാവിലെ ബെല്ലടിക്കുമ്പോ? അതൊക്കെ അറിയോ? കണ്ടോ, അവൻ അതൊക്കെ അറിയാം. കണ്ടോ, ഇങ്ങനെ വേണം കുട്ടികളോട് ഡീൽ ചെയ്യാൻ. മനസ്സിലായോ? മാഷ് നോക്കി പഠിച്ചോ കേട്ടോ. കണ്ടോ, അവനത് ചൊല്ലി കേൾപ്പിക്കാൻ വരെ തയ്യാറാണ്. നമ്മൾ ഇത്തരം കഴിവുകളെ പ്രോത്സാഹിപ്പിക്കണം. മാഷ് സത്യം പറഞ്ഞ അതിശയമാണ്, ക്ലാസ്സിൽ വരാറില്ല, ഇതെങ്ങനെ പഠിച്ചു കോപ്പി അടിച്ചു അറിയാം. ചേച്ചി നല്ല നീറ്റ് ആയിട്ട് പറഞ്ഞു തന്നപ്പോ എനിക്ക് എല്ലാം എന്റെ തെറ്റുകളെല്ലാം മനസ്സിലായി. ഞാൻ നല്ല കുട്ടിയാണ്. ഞാൻ ഈശ്വര പ്രാർത്ഥന ചൊല്ലി കേൾപ്പിക്കാം. അപ്പൊ എല്ലാരും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാരും എഴുന്നേറ്റ് നിൽക്കാം. അവന്റെ ഒരു കാര്യത്തിന് വേണ്ടി ദൈവഭയമൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഒന്ന് സഹകരിക്കല്ലേ? ഒന്ന് എഴുന്നേറ്റുന്നു. പ്രാർത്ഥനയാണ് നമ്മൾ ഈശ്വരനെ കണ്ണടച്ച് പ്രാർത്ഥിക്കണം, കൈകൂപ്പി പ്രാർത്ഥിക്കണം, എല്ലാം നല്ലത് വരുത്തണം എന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ പ്രാർത്ഥിക്കാണ്, എല്ലാരും കണ്ണടയ്ക്കണം. എല്ലാരും കണ്ണടയ്ക്കണം കേട്ടോ. എന്റെ കണ്ണടയാൻ വേണ്ടിയാണല്ലോ നീ എന്നെ കണ്ണടപ്പിക്കുന്നത്. ശാസ്ത്രീയപരമായി ദൈവാധീനം ഉണ്ടാക്കിയെടുത്തത് എങ്ങനെയുണ്ട്? ഇനി ഇവനെ ഇവിടെ വേണോ? ഇവൻ വേണ്ട, മാഷും വേണ്ട. ഇവിടെ അല്ലേലും സീ മൊത്തം കോൺട്ര. ഇവിടെ ഇപ്പോഴാണ് സീൻ ശരിക്കും കോൺട്ര ആയത്.
പാടാട്ടത്. എത്ര കാലങ്ങളാ നീ ഓടാൻ തുടങ്ങിയിട്ട്? നിന്റെ വയറ് അടിക്കടി കൂടി കൂടി വരണല്ലാണ്ട് കുറയണില്ല. ഇത് വയറല്ല, എടാ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടേ ഓടിക്കഴിഞ്ഞാൽ വേസ്റ്റ് കുറയുന്നു. എടാ അത് ഈ വേസ്റ്റ് അല്ല, ശരീരത്തിന്റെ വേസ്റ്റ് കുറയുന്ന പറഞ്ഞത്. ആ ഈ വേസ്റ്റ് ആ വേസ്റ്റ് ഒക്കെ ഒന്ന് നന്നായിട്ട് എക്സർസൈസ് ചെയ്യും, എല്ലാ അസുഖം ഉണ്ടല്ലോ. അയ്യോടാ, ഈ പുള്ളി മരിച്ചുപോയാ? ആരടാ? പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനിയായ അബ്ദുൾ കരീം അന്തരിച്ചു. ഹൃദയാഘാതം മൂലം ഇന്നലെ സ്വവസതിയിൽ വെച്ചായിരുന്നു മരണം. വിഷമത്തോടെ മക്കളായ സുജീറ, മുനീറ, ജസീറ, നിസാർ, അൻസാർ, ബഷീർ, നൌഷാദ്, ഷാഹിദ്, ഹുസൈൻ, അൻവർ. ഞാൻ നിർത്തറ. ഇതിനിടയ്ക്ക് സ്വാതന്ത്ര്യ സമരത്തിന് പോകാൻ പുള്ളിക്കപ്പ സമയം കിട്ടും. സത്യം തന്നെ കേട്ടോ പറഞ്ഞത്. എന്തോരം പിള്ളേരാ. ആ ഞാൻ ഇന്നലെ വേറൊരു കേസ് ചോദിക്കാൻ പോകും. ഇന്നലെ നിന്റെ വീട്ടിൽ ഭയങ്കര ബഹളം കേട്ടില്ല, എന്താണത്? അച്ഛൻ എന്താ കാര്യം? അച്ഛന് പെണ്ണ് കെട്ടണമെന്ന് ഒരേ ഒരു ആഗ്രഹം. നിന്റെ അച്ഛനെയൊക്കെ സമ്മതിക്കണോട്ടെ, ഈ വയസ്സാം കാലത്ത് പെണ്ണ് കെട്ടാൻ നടക്കുന്നത് തല്ലിക്കൊന്ന് കളയടാ കാരണവരെയൊക്കെ. അച്ഛന് പെണ്ണ് കെട്ടണമെന്നല്ല, എന്നെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാൻ അച്ഛന് ഭയങ്കര ആഗ്രഹം. അതായിരുന്നാ? നിനക്കൊരു പെണ്ണ് കെട്ടിയാ പോരെ? ഭയങ്കര ചെലവാണ് അതൊക്കെ. എന്ത്? എടാ കല്യാണം, കല്യാണത്തിന് ഡ്രസ്സ് എടുക്കണം, സ്വർണം എടുക്കണം, മനസ്സിലായി? നാട്ടുകാരെല്ലാം വിളിച്ച് സദ്യ കൊടുക്കണം. പിന്നെ 7-ാം മാസം പെണ്ണിനെ കൊണ്ട് പെണ്ണിന്റെ വീട്ടിൽ കൊണ്ടുപോകണം. അതെന്തിനാണ്? ഈ ചെലവൊരുക്കലിന്റെ ഭാഗമായിട്ട് ഈ ഒഴിവാക്കിക്കൂടെ? അത് ശരിയാവില്ല. എടാ അത് കഴിഞ്ഞ് പിന്നെ പ്രസവ ചെലവ്, കൊച്ചിന്റെ 28 കെട്ട്, അത് കഴിഞ്ഞ് അവന്റെ പഠിത്തം, ലാസ്റ്റ് അവനെ കെട്ടിച്ചും വിടണം. ഇതെല്ലാം മുട്ട ചെലവാണ് മക്കളെ. എനിക്ക് ഒരു മാസം 15,000 രൂപ ശമ്പളം ഉള്ളൂ. ഓ നീ ഇങ്ങനെ കണക്കൂട്ടി ജീവിക്കല്ലേ? കണക്കൂട്ടി പെണ്ണ് കെട്ടാൻ നടന്ന ആളാ നമ്മുടെ ദിനേശൻ. ദിനേശന് പറ്റിയത് അറിയാമോ? എന്താടാ? ദിനേശൻ ഒറ്റ മോളുടെ വീട്ടിന്റെ പെണ്ണ് കെട്ടുമെന്ന് വാശി പിടിച്ച്. അതെന്താ അങ്ങനെ? എടാ ഒറ്റ മോളുടെ വീട്ടിലെ പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ ആ വീടിന്റെ പറമ്പും പെരയൊക്കെ അവന് സ്വന്തമാക്കാമല്ലോ. അത് ബുദ്ധി. അങ്ങനെ ദിനേശന് ഞാനും കൂടി എന്നെ വിളിച്ചോണ്ടാവും പെണ്ണ് കാണാൻ പോയത്. ഒരു 10-75 വീട് ഞങ്ങൾ പോയി പെണ്ണ് കണ്ട്. ചായ കുടിക്കൽ ലഡു തിന്നു ഇറങ്ങിപ്പോരും, ചായ കുടിക്കൽ ലഡു തിന്നു ഇറങ്ങിപ്പോരും. ഇത് തന്നെ പരിപാടി. അവസാനം ചങ്ങനാശ്ശേരി പോയി ദിനേശൻ ഒരു പെണ്ണ് കണ്ട് പെണ്ണിനെ പിടിച്ച് ദിനേശന്. എനിക്ക് ഷുഗറും പിടിച്ച് ഈ ചായയിൽ ലഡു ഒക്കെ തിന്നു തിന്നു. അങ്ങനെ കാണാൻ ഭയങ്കര സുന്ദരിയാ പെണ്ണ്. ഒറ്റ മോള്, 2 നില വീട്, 50 സെന്റ് സ്ഥലം. അങ്ങനെ ദിനേശൻ പെണ്ണ് കെട്ടി ഹാപ്പിയായി. ഒരു മാസം കഴിഞ്ഞപ്പോഴല്ല ഈ പെണ്ണിന്റെ അച്ഛനും അമ്മയും കൂടി ദിനേശന്റെ വീട്ടിൽ വന്ന്. അവർക്ക് പണ്ടാറടങ്ങിയ കട വരുന്നു. ആ പെരയും പറമ്പൊക്കെ കൂടി കിട്ടിയവരൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ ദിനേശനാണ് അവർ സംരക്ഷിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പെണ്ണ് കെട്ടുമ്പോ നോക്കി കെട്ടണം. നിന്റെ കണക്കൂട്ടലുകളൊക്കെ വെറുതെ കെട്ടുന്നോണ്ടൊന്നും കുഴപ്പമില്ലടാ. ഞാൻ കെട്ടുന്ന പെണ്ണിന് എനിക്ക് എന്റേതായ ചില ആഗ്രഹങ്ങളും സങ്കല്പങ്ങളൊക്കെ ഇല്ലേ? നിനക്കുണ്ട് ആഗ്രഹങ്ങൾ? ചെറിയ ചെറിയ കുഞ്ഞു ആഗ്രഹം. എന്തൊക്കെയാണത്? ഹൈറ്റ് വേണം, ഹൈറ്റ് വേണം, പൊക്കം വേണം, ഒരു ഭാനുപ്രിയയുടെ ഷേപ്പ്, മഞ്ജു വാര്യരുടെ മൂക്ക്, പിന്നെ മനീഷ കൊയ്രാളയുടെ വെളുപ്പ്, കാവ്യ മാധവന്റെ ചുണ്ട്, ആനയുടെ ചെവി. ആനയുടെ ചെവിയാ? ആന സിനിമാടി ആനയുടെ ചെവി, മൂക്കയുടെ പല്ല്. എടാ ആ പെണ്ണിനുണ്ടാവും നിന്നെ കുറിച്ച് ആഗ്രഹങ്ങൾ. അത് നീ എന്താ ചിന്തിക്കാത്തത്? എന്നെ കുറിച്ചാ? ശരിയല്ലേ, അവർക്ക് അങ്ങനെയൊക്കെ തോന്നുമല്ലേ? പിന്നെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ചേട്ടാ ഞാൻ ഒറ്റ നോട്ടത്തിൽ സുന്ദരനല്ലേ? ഒറ്റ നോട്ടത്തിൽ സുന്ദരനാ? കുറെ നേരം നോക്കി നിൽക്കുമ്പോഴല്ലേ എന്തെങ്കിലും കുഴപ്പം തോന്നുന്നു. അതൊക്കെ നിനക്ക് അറിയാം. എന്നിട്ടാണ് ഇത്രയും വലിയ ആഗ്രഹങ്ങളായിട്ട് നീ ഇറങ്ങിയേക്കണത്. വേറെ ഇതേടാ ഒരു മോതിരം കിടക്കണം. ഒരു മോതിരം കിടക്കണ്ട. ഉള്ള സ്വർണ്ണ മോതിരമാണ്. എന്താ എനിക്ക് നല്ല ഭാഗം. നോക്കട്ടെ, നോക്കട്ടത്. അല്ല ഇങ്ങനെ കണ്ടാ മതി. അതെന്താടാ അങ്ങനെ? അല്ല നീ കണ്ടോ? ഇങ്ങനെ എന്താടാ ഇതാടാ ഞാൻ അതെന്തിനാണ് തരുന്നതെന്നേ? ഇത് എനിക്ക് കിട്ടിയതല്ലേ, ഞാൻ എന്റെ കയ്യിലിടുന്നതിന് എന്താ പ്രശ്നം? ഞാൻ കാണിച്ചു തന്നിട്ടല്ലേ നീ അത് എടുത്തത്. എന്തുവാ നീ കാണിച്ചു തന്നിട്ടാണ് ഞാൻ എടുത്തത്. എന്നാലും എടുത്ത ആള് ഞാനല്ല, അപ്പൊ എന്റെ അല്ലേ സാധനം. തമാശല്ല, ഞാൻ സീരിയസ് ആണ്. എന്ത് ഞാൻ നോക്കട്ടാ? തമാശ കളിക്കല്ലേ ഏട്ടാ, തമാശ കളിക്കല്ലേ, എനിക്ക് ഇഷ്ടമല്ലത്. ഞാൻ കാണിച്ചു തന്നിട്ടല്ലേ നീ അത് എന്ത്? ഞാനല്ലത് എടുത്തത്, അപ്പൊ എന്റെ അല്ലേ മോതിരം. അതെങ്ങനെ അവിടെ ഇപ്പൊ രണ്ടുപേരും നടന്നു പോകുമ്പോ വഴിയിൽ ഒരു സാധനം കിടക്കാണ്, എടുത്തേ എന്ന് പറയുമ്പോ എടുത്തിട്ട് എന്തെങ്കിലും തരണ്ടേ? നമ്മ രണ്ടുപേരും പോകുമ്പോ ഞാനാണത് കണ്ടെങ്കിലല്ല ഞാൻ പറയൂല നിന്നോട് ഇങ്ങനെ എടുത്തെന്ന്. ഞാൻ എടുക്കുള്ളൂ, കാരണം ബുദ്ധി വേണം. നിന്റെ സ്വഭാവം അങ്ങനൊന്നല്ല, താളിയാന്ന്. തമാശ കളിക്കല്ലേ നീ. അവന്റെ മുഖമൊക്കെ മാറി. എന്റെ മോതിരമുള്ളൂ. ആറ്റ് നോറ്റ് എനിക്കൊരു മോതിരം കിട്ടിയപ്പോ അത് നീ ചോദിച്ചു തരൂല. അതെന്നെ മോതിരമുള്ളൂ. തന്നെ നീ മോതിരം താ. നീ തമാശ കളിക്കല്ലേ, ഇത് എനിക്ക് കിട്ടിയ മോതിരമാണ്. എന്നാ അതിന്റെ പകുതി എനിക്കാ.
അതിന്റെ പകുതി ഈ എനിക്ക് മോതിരത്തിന്റെ പകുതി ഞാൻ എവിടെ കൊണ്ട് പകുതിയാക്കാനാണ്? നീ ഒന്ന് പോയേ. ഞങ്ങളുടെ വീട്ടിനടുത്ത് ഒരു തട്ടാനുണ്ട്, പുള്ളിയുടെ കൊടുത്താൽ കട്ട് ചെയ്ത് തരും. ആ തട്ടാനെ കാണിച്ചത് തട്ടിയെടുക്കാനുള്ള നിന്റെ വേല നിന്റെ മനസ്സിലേക്കുള്ളൂ, തരൂലയാണ്. എന്നാ ഒരു കാര്യം ചെയ്യാം, ആ നീ വിക്ക്. എന്താടാ എന്താ പറ്റിയത്? ഇത്രയും വിൽക്കാൻ മതിയാ? ആ വിക്കല്ല, ആ മോതിരം കൊണ്ട് വിക്ക്. പിന്നെ മോതിരം ഞാൻ വിൽക്കൂല. എന്നാ എനിക്ക് എന്തായാലും താ. എന്ത് ശല്യമാണത്. 10 രൂപ നിന്റെ അച്ഛനെ കൊണ്ട് കൊടുക്കും. അല്ല എന്തെങ്കിലും തരാൻ പറഞ്ഞിട്ട് അത് മതിയല്ല. ആണേ ഇത് ഞാൻ ഞാനത് എന്താ നിനക്ക് വേണ്ടത്? ഇത് ഇടിക്കുന്നില്ല ഞാൻ, എനിക്ക് ദേഷ്യം വന്നാൽ അറിയത്തില്ല. നീ ജോലിക്ക് പോവാൻ നോക്കിയ സമയത്ര മോതിരം തിളപ്പന്നി. ആറ്റി നോക്കി എനിക്കൊരു മോതിരം കിട്ടിയപ്പോ തമാശ. ഇതെന്താ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യാണോ? എന്തോ എന്റെ ഒരു സാധനം പോയി. എന്താണ്? അയ്യോ അയ്യോ അതല്ല, ആ? എന്റെ ഒരു സ്വർണ്ണ മോതിരം പോയി. ഇവിടെ തന്നെ അത് പോയത്. ശോ, ആ പുള്ളിയുടെയാണ് മോതിരം. ഈ പുള്ളിയുടെയാണ് മോതിരം. നീ പടാ, എനിക്ക് കിട്ടിയ മോതിരം ഞാൻ ആർക്കും കൊടുക്കൂല. ഞാൻ ഇപ്പൊ പറയും. എന്ത് പറയും? ഞാൻ പറയും പിന്നെ നീ കയ്യിലുണ്ടെന്ന് പറയും. നീ ഒന്ന് പാടാന്ന്. ചേട്ടാ അതെ ഇതേ വിളിച്ചെന്നാ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേട്ടാന്ന് വിളിക്കും. ആണല്ലേ? രണ്ടാക്കാം. എന്താ ഏട്ടാ? രണ്ടാക്കാം. ഉറപ്പാണേ? ഒന്നുമില്ല, നോക്കിയേട്ടാ അവിടെ എവിടെയെങ്കിലും നോക്കൂ, അതെനിക്ക് കിട്ടണ മോതിരം അത്. അതാണ്. ഇത് എത്ര പവൻ ഉണ്ടായിരുന്നു? അതോ 2 പവന്റെ മോതിരം. നമുക്ക് രണ്ടാക്കാം. രണ്ടാക്കി അരപ്പവൻ നിനക്ക് 1.5 പവൻ എനിക്ക്. അറങ്ങി പറ്റി വല്ല പള്ളി പോയി പറഞ്ഞു കേട്ടോ, ചേട്ടൻ ഞാൻ പറയുന്ന ഞാനേ ഞാൻ തരാം. ഞാനില്ലേ 40,000 കൊടുത്തു മേടിച്ച മോതിരമായിരുന്നു. 40,000. മേടിച്ചത് 10,000 ആണെങ്കിൽ 10,000 രൂപ നിനക്ക് 30,000 രൂപ ഞാൻ. കത്തി പിടിച്ച് കൊന്നോളെ ഞാൻ തന്നെ. എന്താണ് അത്? എന്റെ പുള്ളി എടുത്ത് പറയുന്ന ഞാൻ തരാന്ന്. നീ കടന്ന് ദേഷ്യപ്പെടുന്ന അതൊക്കെ കാണൂല, ഇവിടെ കാണൂല. ചേട്ടൻ പൊയ്ക്കോ. അങ്ങനെയൊന്നുമല്ല, ഇതെന്റെ 2 തവണ ഈ മോതിരം പോയിട്ടുണ്ട്. ആ സ്ഥിരമായിട്ട് ഈ മോതിരം കൊണ്ട് കളയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഭാഗ്യമുള്ള മോതിരമാണ്. ഈ 2 തവണ ഈ മോതിരം പോയപ്പോഴും എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാ? അതെങ്ങനെയാ? എന്റെ ഈ മോതിരം പോകുമ്പോണ്ടല്ലോ, ഞാൻ ഇങ്ങനെ പ്രാകും. എന്റെ പ്രാന്തൻ തമ്പായി, എന്റെ ഈ മോതിരം കിട്ടുന്നവൻ അവൻ പ്രാന്ത് പിടിച്ച് പേപ്പട്ടി കടിച്ച് തുള്ളി തുള്ളി വരണേ. ഇങ്ങനെ ഞാൻ പ്രാഗി. എന്നപ്പോഴാ ആദ്യം മോതിരം പോയപ്പോ ഇങ്ങനെ പ്രാഗിയപ്പെട്ടില്ല. പിറ്റേ ദിവസം ഞാൻ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പെട്ടില്ല, ഒരാൾ ഇങ്ങനെ തുള്ളി തള്ളിക്കൊണ്ടുവന്ന് മോതിരം എന്റെ വിരലിട്ട് തന്ന്. വെളിച്ചപ്പാടിനാണോ മോതിരം കിട്ടിയ? വെളിച്ചപ്പാടല്ല, അവന് പ്രാന്ത് പിടിച്ച് തുള്ളി തുള്ളി വന്നതാണ്. പിന്നെ 2ാമത് മോതിരം പോയി. 2ാമത് മോതിരം പോയപ്പോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോ പോലീസ് സ്റ്റേഷനിൽ വിളി. എടോ, നിങ്ങളുടെ ഒരു മോതിരം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ മോതിരം കിട്ടിയ വണ്ടി ഇടിച്ച് ആശുപത്രി കിടക്കണമെന്ന് പറഞ്ഞു. മോതിരം ഭയങ്കര ശക്തിയുള്ള മോതിരമാണ്. എനിക്ക് ആ മോതിരം കിട്ടിയിരിക്കും 2 തവണ. എന്താ ഏട്ടാ? എന്താണ്? ഒന്നുമില്ല. ഞാൻ അതല്ലേ അതെ, 2 തവണ ഈ മോതിരം പോയി, 3 തവണ ഈ മോതിരം പോയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ഇങ്ങനെ പറയും, എന്റെ പ്രാന്തൻ തമ്പായി, എന്റെ മോതിരം ഇപ്പൊ ആരുടെ കയ്യിൽ ഇരിക്കണ? അവൻ പ്രാന്തി പിടിച്ച് തുള്ളി തുള്ളി എന്റെ കൈ കൊണ്ടു മോതിരം ഇടിപ്പിക്കേ. പിന്നെ അവന്റെ പ്രാന്തം തമ്പായി, അവന് പ്രാന്താണ്. അവൻ പ്രാഗിയാലൊന്നും ആ സാധനം നടക്കുന്നില്ല. ചുമ്മാ വെറുതെ ഓരോരോ ഡയലോഗ് അടിച്ചു വിടുന്ന സാധനം. പക്ഷേ ഉണ്ടല്ലോ, ചിലപ്പോ പ്രാഗിയ ഏക്കും. അതാണ് പ്രശ്നം. ഇതൊരു പേടിയുണ്ട്. അല്ല, പ്രാഗിയാലേ ചിലപ്പോ ഏക്കാൻ സാധ്യതയുണ്ട്. അല്ല വെച്ചോ, എനിക്ക് വേണ്ട നിന്റെ സാധനമല്ല. എനിക്ക് വേണ്ട, അത് വെച്ചോ. അല്ല നീ ഇത്ര നേരം ഇവിടെ കിടന്ന് എന്നെ ഇടിക്കാൻ വരെ പോയി. നീ എടുത്തോ. അതല്ല, ഞാൻ ഉപേക്ഷിച്ച്. അല്ലടോ, നീ വേണത്. അല്ലെങ്കിൽ ഞാൻ മേടിച്ചോളാം. 2 ദിവസം നിന്റെ കയ്യിലിരിക്കട്ടെ. അതിനാ 2 ദിവസം ഞാൻ നിനക്ക് വല്ല ഭ്രാന്ത് പിടിക്കണ എന്ന് നോക്കിയിട്ട് ഒന്നും കുഴപ്പമില്ലെങ്കിൽ ഞാൻ വന്ന് മേടിച്ചോളാം. എന്റെ മോതിരം ഇപ്പൊ കയ്യിരിക്കണവൻ പ്രാന്ത് പിടിച്ച് പേപ്പട്ടി കടിച്ച് തുള്ളി തുള്ളി എന്റെ അടുത്ത് വരണേ. നമുക്ക് എന്തിനാണ് വല്ലവരുടെ മുതൽ? നമുക്ക് പോവാം. നമുക്ക് പോവാം. കാര്യത്തിനാണ്. 2 പവന്റെ മോതിരമുള്ളേ വഴിയിലിട്ട് ഉപേക്ഷിച്ചിട്ട് പോകാനും തോന്നണല്ല. നീ എടുത്തോടാ, എടുത്തോ. എന്തോ പോലെ എടുക്കാനത്. ഇല്ല, പേടിക്കണ്ട, നീ എടുത്തോ. ഒരാള്
ആരാണ് ചോദിക്കൊന്നും പറഞ്ഞ് ഞാനിങ്ങനെ നിൽക്കരുത്. പ്രോപ്പർട്ടി മാറിക്ക് നിങ്ങളുടെ സ്ഥലമാണ്. അതല്ല കാറ്റുവീഴ്ചയുള്ള സ്ഥലമാണ്. വല്ല തെങ്ങ ഓലമടല വല്ല തലയിൽ വന്ന് വീണ് കഴിഞ്ഞാൽ ഇത്ര സ്നേഹമുള്ളവർ ഞങ്ങളുടെ നാട്ടിൽ പോലും ഇല്ല. ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ഞാൻ മരിച്ച ആളാണ്. അല്ല, മരിപ്പ് അറിയിച്ച് വന്ന ആളാ. മരിച്ചറിയിപ്പ് കൊണ്ടുവന്ന അതെ, ആളാണ്. അതെ. ഇവിടെ ഈ മോഹനൻ എന്ന് പറയുന്ന ആള് ഈ മോഹനാണോ ഇ.പി. മോഹനാണോ അല്ലെങ്കിൽ ഇ.ആർ. മോഹനാണോ? അയ്യോ, പല മോഹന്മാരും ഉണ്ട്, അതുകൊണ്ടാണ്. ചേട്ടാ, ഈ എന്ന് പറയുന്ന ഇൻഷനല്ല. നമ്മളിപ്പോ ഈ ദാസൻ, ഈ മുകുന്ദൻ, ഈ മദനൻ അങ്ങനെയൊക്കെ പറയും. അങ്ങനെ ഈ മോഹന്റെ പരിചയം മനസ്സിലായി. ഇവിടുന്ന് ഏതെങ്കിലും ഒരു കുരിശടി കാണാം. ഉവ്വ. ആ കുരിശടിയുടെ തെക്കോട്ടുള്ള ഒരു വഴിയുണ്ട്. ആ വഴി കൂടെ ചെല്ലുമ്പോൾ ആ വളവിൽ കാണുന്ന ഫസ്റ്റ് വീടാണ് ഈ പാലുകാരൻ മോഹന്റെ വീട്. പാലുകാരനല്ല, വെറും മോഹനൻ. എനിക്ക് ഇപ്പോഴാണ് ആളെ പിടി കിട്ടിയത്. ഇവിടുന്ന് പുറകോട്ട് നടക്കണം. അപ്പൊ ഒരു വയലുണ്ട്. ആ വയലിൽ ആടി കിടന്നു കഴിയുമ്പോൾ ഒരു കള്ളുഷാപ്പ് ഉണ്ട്. ആ കള്ളുഷാപ്പിന്റെ പറ്റേ കാരണ വീടാണ് ഈ ഷിപ്പ്യാർഡിൽ ജോലിയുള്ള മോഹൻ ചേർന്ന്. ആള് തെറ്റി. റിപ്പിയാളൊന്നും ജോലിയില്ല. പെണ്ണുമ്പോൾ അയൽക്കൂട്ടത്തിൽ പോയിട്ട് അതിന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കണം. ഒരു 6 അടി പൊക്കമുണ്ട്. അപ്പൊ പുള്ളിക്ക് പണിയൊന്നുമില്ല, ഒരു പണിയില്ല. പുള്ളിയുടെ അച്ഛന്റെ പേരെന്താ? തന്തയില്ലാത്തവനാ. അച്ഛനില്ല, അച്ഛനില്ലാത്ത ഒരാളാണ്. ചേട്ടാ, അതായത് ചേട്ടാ ഇവിടെ നേരെ ഒരു വായനശാല ഉണ്ട് വലതുവശത്ത്. ആ വായനശാലയിൽ ഒരുപാട് പേര് കാണും. അതിൽ നിന്ന് ആരെങ്കിലും ഒരാളെ വിളിച്ച് ചോദിക്കാം, അവർ പറഞ്ഞുതരും മോഹന്റെ വീടല്ലേ. ഞാൻ മരിപ്പറിയിപ്പോ ആരാ മരിച്ചെന്ന് പറഞ്ഞത്? ഈ മോഹൻ ഒരു അനിയനുണ്ട്. ഒരു 23 വയസ്സേ ഉള്ളു. പാവം പയ്യനാ. ഭയങ്കര കുടിയാണ്. ഞാൻ എപ്പോ കണ്ടാലും പറയാ, കുടിക്കല്ലേ നീ, ഇങ്ങനെ കുടിച്ച് നശിക്കല്ലേ. എന്റെ അമ്മ എന്നോട് പറയാതെ പറഞ്ഞു വീട്ടിൽ പൈൻ്റെ മേടിച്ചോണ്ട് വരുമെന്ന്. ഇപ്പൊ മേടിച്ചോണ്ട് വരുമ്പോ അമ്മ എന്ന് പറയും, ഞാൻ ചെല്ലും. ഒരു 3/4 ഭാഗം ഞാൻ അങ്ങോട്ട് കുടിക്കും. ചേട്ടൻ ഇങ്ങനെ കുടിക്കണത്? അവന്റെ കരൾ വെറുതെ നശിച്ചു പോകണ്ടല്ലോ. അവന്റെ കരൾ രക്ഷിക്കാൻ വേണ്ടി ചേട്ടൻ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കും. ഡെയിലി മേടിച്ചോണ്ട് വരും, ഡെയിലി ഞാൻ ചെന്ന് കുടിക്കും അവന് സംരക്ഷിക്കാനായിട്ട്. പക്ഷെ ഞാനറിയാതെ ഇവൻ പുറത്തു പോയി കുടിക്കും. അങ്ങനെ കരളടിച്ച് തീർന്നു പോയതാണ്. നമ്മുടെ സ്വർണ്ണക്കടല എന്താണ് നമ്മുടെ സ്വർണ്ണക്കടയില് ജോലി ചെയ്യണാണ് ഈ മോഹന്റെ അനിയൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവിടെ വെച്ചാണ് മോഹന്റെ അനിയനെ ഇങ്ങനെ ഇതായിട്ട്. എന്താണ് തിരുവാതിര കളിക്കുന്നത്? ഒന്നുമില്ല ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പൊ നിങ്ങൾ എന്താ പരിപാടി? എന്താ പരിപാടി? ഞങ്ങള് കാലത്തെ ഓടാനിറങ്ങിയതാണ്. ഓട്ടോ ഒക്കെ കഴിഞ്ഞല്ലോ, ജോലിക്കൊക്കെ പോകണ്ടല്ലോ. ജോലിക്ക് പോകണം എന്താ വിട്ടോ? അല്ല, ഞങ്ങള് ഓട്ടോ കഴിഞ്ഞ് കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ടേ പോവാറുള്ളൂ. വായനശാലയുടെ അപ്പുറത്തല്ലേ? ഞാൻ ചോദിച്ചു നോക്കാം. അത് ഓക്കെ. ഒന്നും കഴിക്കാതെ മരണം അറിയിക്കാനുള്ള വെപ്രാളത്തിൽ ഇങ്ങനെ പോന്നപ്പോ ഗ്യാസ്. ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര് ജോസ്. ജോസിന് പറ്റിയ അസുഖം ഗ്യാസ്. പൊക്കോ, നിങ്ങളിത് കാര്യാക്കണ്ട. ഞങ്ങള് പൊക്കോളാം. എന്നാ പിന്നെ ശരി, അതങ്ങ് അവിടെ ഇട്. ആ എടുത്തിന്റെ മോതിരം അങ്ങ് അവിടെ ഇടാ. അവിടെ ഇട്ട് നിങ്ങളുടെ അതെ ഇരുന്നോണ്ട് കിട്ടി. അത് അവിടെ ഇട്ടേറെ. എന്റെ മോതിരാണ് ഇങ്ങോട്ട്. ഇയാടെയാണെന്ന് പറഞ്ഞു. അല്ല, എന്റെ മോതിരാണ്. ചേട്ടൻ്റെ ആണോ? ഞാൻ താഴെ ഇരുന്നോണ്ട്. എന്റെ മോതിരം എന്ന് പറഞ്ഞില്ലല്ലോ. അവിടെ നിർത്തിക്ക. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ഇത് നിങ്ങളുടെ 2 പേരുടെ മോതിരം അല്ലേ ഇത്? കേട്ടാ, ഇതിന്റെ ഗ്യാസ് പോയില്ലേ? ഗ്യാസ് പോയപ്പോ തെറിച്ചു പോയ മോതിരാണ്. ഒരു കാര്യം പറയട്ടെ, ഇത് ഞങ്ങളുടെ 2 പേരുടെ മോതിരമല്ല, ഇവിടെ കിടന്ന് കിട്ടിയ മോതിരമാണ്. അത് പറ. അപ്പൊ എനിക്ക് വീട്ടിൽ ഞാൻ കൊണ്ടുപോകും. അങ്ങനെ നീ കൊണ്ടുപോവോ? ഞാനൊരു മരണം അറിയിച്ചു വന്നാട്ടെ. എന്റെ മെക്കിട്ട് കയറില്ല. ഒരു സാധനം കിട്ടി, ഞാൻ അതുമായിട്ട് വിക്കോട്ടാ. നിന്റെ മരണം അറിയിച്ച് ഇവിടുന്ന് വേറെ ആള് നിന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകും. തല്ലിക്കൊല്ലും നിന്നെ വിളിക്കും. വരുത്തന്മാര് കടന്ന് വളയല്ലേ, മോതിരം മര്യാദ. വരുത്തന്മാരുടെ ഒരു മര്യാദ കാണിക്കുന്ന നാട്ടുകാരുടെ കടമയാണ്. ഇത് എനിക്ക് കിട്ടി, ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. കിട്ടുമോ മോനെ? അവിടെ ഇട്. എങ്ങനെ പ്ലാൻ ചെയ്യാം? പോട്ടെ. ഇപ്പൊ നമുക്ക് 3 ആൾക്ക് കിട്ടി, എങ്ങനെ അത് കൈകാര്യം ചെയ്യാം? ഒരു കാര്യം ചെയ്യാം. സ്വർണത്തിന് ഇപ്പൊ വിലയില്ല, ദിവസവും വില കുറഞ്ഞിട്ട് ആർക്കും വേണ്ട. ഞാൻ ഒരു കാര്യം പറയാം, 3 ആക്കാം. 3 ആക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ 2 ആക്കിയാ പോരെ? എന്നാ 2 ആക്കാം. അത് മതി. അപ്പൊ ഞാനാ അതാ പറഞ്ഞ 2 ആക്കാന്ന്. അങ്ങനെ ഉണ്ടാക്കാന്നൊക്കല്ലേ? 3 ആക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പണി ചെയ്യാം. സ്വർണത്തിന് ഇപ്പൊ വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആ സ്ഥിതിക്ക് നമുക്കൊരു 10-300 രൂപ അങ്ങോട്ട് റെഡിയാക്കിയേക്കാം. 300 രൂപ 300 രൂപ വിളിച്ചു. എനിക്കല്ല, ഞാൻ അങ്ങോട്ട് ഞാനേ തരികയൊന്നുമില്ല. ഞാനുള്ള കാര്യം പറയാം. എന്ത് പ്രശ്നം ഉണ്ടായിരുന്നു? ഈ വന്റെ ചേട്ടൻ കണ്ട, ആ ചേട്ടന്റെ മോതിരമാണ് ഈ പോയത്. അതാണ് നീ വലിയ ആളായിട്ട് എടുത്ത് കയ്യിലൊക്കെ കൂട്ടുകാരനാണ് അയാള്. നീയൊക്കെ കമ്പനി ആയിരിക്കും. ചേട്ടായി, കളഞ്ഞു പോയ മോതിരം കിട്ടിയാ? കിട്ടിയില്ല. അവിടെയൊക്കെ പോയി നോക്കിയട്ടെ. ഇവിടെ തന്നെ പോയത്, അതെനിക്ക് ഉറപ്പാണ്. ഇവിടെ തന്നെ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ പറഞ്ഞു കൊടുക്കില്ല. 2 ഉറപ്പാണല്ലോ? ഉറപ്പായിട്ട്. അപ്പൊ ഞാൻ പോയി പറയും 2 1 പവന്റെ മോതിരം. 1 പവൻ അല്ല, 2 പവനായിരുന്നു. നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് ഉള്ള മോതിരം. നല്ല വെയിറ്റ് ഉള്ള 40,000 രൂപ കൊടുത്ത് ഞാൻ മേടിച്ച മോതിരമായിരുന്നു. പിന്നെണ്ടല്ല, ഈ മോതിരം 2 തവണ ഇത് പോയിരുന്നു. 3-ാമത്തെ തവണ പോയി. ഈ മോതിരം പോകുമ്പോ ഞാൻ ഇങ്ങനെ പ്രാകും. എങ്ങനെയെന്നറിയാം, എന്റെ
നിങ്ങൾ എന്താ പോണത്? അല്ല ഇവിടെ ഏക്കണം അതുകൊണ്ടാണ് ഞാനുണ്ടല്ല, ഈ പ്രാന്തന്മാരെ വിളിക്കും, പ്രാന്തന്മാരെ വിളിച്ച് പ്രാകും, വിളിച്ചാ വിളിപ്പുറത്താണ്. ആ ഞങ്ങളുടെ വിളിച്ചാ വിളിപ്പുറത്ത് തന്നെ അതാണ് സരസ നമ്പർ ഒന്നും വരുമോ? അല്ല ഞാൻ പോണത് മരിപ്പറയിട്ട് പോകുമ്പോ അതല്ല പറഞ്ഞത്. ദേ ഇങ്ങ് നോക്കിയ ഭദ്രകാളി കാളി ഭദ്രകാളിയല്ല, അത് ഇങ്ങ് നോക്കിയ നാക്ക് പഠിച്ചിട്ടില്ല. നാക്ക് പഠിച്ചോന്നല്ല, കരുനാക്കാന്നുണ്ട്. അതിനാക്കാണെങ്കിൽ ഏതെങ്കിലും പാറയിലിട്ട് ഉറക്കടോ. എടോ ഞാൻ കാണിച്ചു തരാം. എന്റെ എന്തെങ്കിലും സാധനം പോയി കഴിയുമ്പോണ്ട്, പ്രത്യേകിച്ച് മോതിരം പോയില്ല, 2 തവണ, ഇപ്പൊ 3-ാം തവണയും പോയി. ഞാൻ ഇങ്ങനെ പ്രാന്തത്തമ്മയെ വിളിക്കും, എന്റെ പൊന്നു പ്രാന്തത്തമ്മായി, എന്റെ മോതിരം ഇപ്പൊ ആരുടെ കയ്യിലിരിക്കണ? അവൻ തലക്ക് വെളിവില്ലാതെ പ്രാന്തി പിടിച്ച് തുള്ളി തുള്ളി എന്റെ അടുത്ത് വരണേ. ഇങ്ങനെ പ്രായം കഴിയുമ്പോണ്ടല്ല, ഭാഗ്യമുള്ള മോതിരം ഇത് ഇവിടെ തന്നെ പോയിക്കണം. അത് എനിക്ക് ഇവിടെ വെച്ച് നമ്മള് 3 പേര് എടുക്കരുത്. നല്ല മോതിരം അസാധ്യമായിരിക്കുന്നു. അയ്യേ, ഇതെന്റെ മോതിരമല്ല, എന്റെ പോയ മോതിരം കല്ല് വെച്ചുള്ള മോതിരം. എന്റെ മോതിരമാണ് കേട്ടോ. എന്റെ കയ്യിൽ നിന്ന് ഞാനിപ്പോ ഇട്ടതാണ്. അത് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ അതെനിക്ക് ഇവിടെ കിട്ടിയ മോതിരമാണ്, അത് എന്റെ മോതിരമാണ്. ചേട്ടന്റെ മോതിരം അല്ലല്ലോ എന്റെ, എന്നാലും എനിക്കല്ലേ കിട്ടിയത്, എന്റെ മോതിരമാണ്. ഒരു കാര്യം ചെയ്യും, ഇനി അധികം തർക്കം വേണ്ട. ഓരോരുത്തം വന്നു കഴിഞ്ഞാൽ അതിനും കൂടെ ഷെയർ കൊടുക്കണ്ടത്. പറ, നമുക്ക് 4 ആക്കാം. എന്താ 3 എന്നാ നീ അങ്ങോട്ട് മാറിക്കും. അല്ല 3 ആക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ ഒരു മോതിരം പോയല്ല, അതിന് പകരം എനിക്കൊരു മോതിരം കളഞ്ഞ് കിട്ടിയല്ല. ഞാൻ ഈ മോതിരം കൊണ്ട് തൃപ്തിപ്പെട്ടോളാം. എന്റെ പോയ മോതിരം അന്വേഷിച്ച് ഞാൻ വന്നില്ല, ഇവിടെ എവിടെയോ പോയേക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചെടുത്തോ, ഈ മോതിരം കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം. എനിക്ക് മോതിരം തപ്പി നമ്മള് നമ്മുടെ എടാ സമയം പോയി, ഞാൻ ജോലിക്ക് പോയി. എനിക്ക് അപ്പൊ നാളെ രാവിലെ കാണാം. രാവിലെ കാണാ. അതേ മരിപ്പരിച്ച് പോണം. ജോലിക്ക് പോണെന്ന് പറഞ്ഞത് നിങ്ങൾ പോയില്ലേ? മരിച്ചറിയിച്ചു പോണെന്ന്. വല പോയി. മോതിരം തപ്പി ഇറങ്ങിയാണല്ലേ. നമുക്ക് 3 പേർക്ക് കൊണ്ട് തപ്പാം. കിട്ടിയാൽ നമ്മൾ 3 ആക്കും. ഓക്കേ. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദല ജിമാർട്ട് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇതാരാ കൂടെ? എന്റെ ഫ്രണ്ടാ. നിന്റെ ഫ്രണ്ടാ? നിനക്ക് ഫ്രണ്ടും ഉണ്ടോ? ഇവിടെ വന്ന് കാക്കിരി പൂക്കിരി എന്തൊക്കെ കാട്ടും, അത് ഇവിടെ കണ്ടു കാണിക്കാൻ വന്നു. ആഹാ, ഇവിടെ ഇങ്ങനെ കാക്കിരി പൂക്കിരി കാണിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. നിന്നെ തന്നെ ഇവിടെ ഓടിച്ചു വിട്ടാ ഓർമ്മ വേണം. Welcome back to Luna's Comedy Super Night powered by Gopu Nandala Gmart. നീ വാട മച്ചാ, നമുക്ക് ശരിയാക്കാം. ഇവിടെ ഭയങ്കര ഹോട്ടലിലേക്ക് നിനക്ക് എന്താ വേണ്ട ഇവിടെ ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ട് ഞാൻ അശ്വനി ചേച്ചി അച്ഛമ്മ വേം വാങ്ങടേ. ആഹാ, നീ പിന്നെ വന്നാ? നിന്നെ ഇവിടെ ഓടിച്ചു വിട്ടല്ലേ? ചുമ്മാ പറയുന്ന കേട്ടോ. ഇതാരാ കൂടെ? എന്റെ ഫ്രണ്ടാ. നിന്റെ ഫ്രണ്ടാ? നിനക്ക് ഫ്രണ്ടും ഉണ്ടോ? ഇവിടെ വന്ന് കാക്കിരി പൂക്കിരി എന്തൊക്കെ കാട്ടും, അത് ഇവിടെ കണ്ടു കാണിക്കാൻ വന്നു. ആഹാ, ഇവിടെ ഇങ്ങനെ കാക്കിരി പൂക്കിരി കാണിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. നിന്നെ തന്നെ ഇവിടെ ഓടിച്ചു വിട്ടാ ഓർമ്മ വേണം. നീ കുഴപ്പമില്ല. എന്താ പരിപാടി? എന്താ അവരോട് ചോദിച്ചു. എന്താ മോന്റെ പേര്? മെൽവിൻ. ഓക്കെ, എന്താ മെൽവിൻ ചെയ്യാൻ പോകുന്നത്? റിംഗ് ഡാൻസ് ചെയ്യും. ഇവന്റെ കൂട്ടുകൂടി വഷളായിട്ടൊന്നും ഇല്ലല്ലോ. ഇല്ല, നല്ല കുട്ടിയാണ് അല്ലേ? അപ്പൊ ബ്രോ നന്നായിട്ട് ചെയ്യ്. എന്റെ മാനം കളയരുത്, എന്റെ പേര് കളയരുത്. അയ്യടാ, അവന് നല്ല പേരാണല്ലോ. പോയിക്കോണം വേഗം ഇവിടുന്ന് കേട്ടോ. അങ്ങനെ നമ്മുടെ 2ാം ക്ലാസ്സുകാരൻ കുഞ്ഞു മെൽവിൻ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഗംഭീര പെർഫോമൻസ് ആണ് ഇവിടെ കാഴ്ചവെക്കാൻ പോകുന്നത്. നന്നായിട്ട് കൈയടിക്കുക, പ്രോത്സാഹിപ്പിക്കുക.
ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദല ജിമാർട്ട് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇന്ന് രാജ്യം അനുകൂലിക്കുന്നവർ, ഇന്ന് രാജ്യക്ക് വേണ്ടി റാലി നടത്തുന്നവർ, ഇന്ന് രാജ്യയുടെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ ഇന്ന് രാജ്യത്തെ തള്ളിപ്പറഞ്ഞവരാ. ഭരണം കയറിയിരുന്ന അവസരം ഇന്നൊരു മന്ദം കയറിയിരിക്കുകയാണ്. നായം പറഞ്ഞ പോപ്പ് എന്ന് പറയാൻ അയാൾക്ക് താളൂല്ലേ? വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദല ജിമാർട്ട്. നമസ്കാരം, എൻ്റെ പേര് സാബു. കോമഡി സൂപ്പർ നൈറ്റിലെ മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ ശബ്ദം ഒന്ന് അനുകരിക്കുകയാണ്. ആദ്യമായിട്ട് അല്ല, ഞാൻ ഈ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ ഒന്ന് അനുകരിക്കാന്ന് വിചാരിച്ചു. ഞാനൊരു ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് ഇവിടെ ഇവിടെ ചോദിക്കാനും പറയണത് ആരുമില്ല, നേരെ കയറി ഇങ്ങ് പോന്നിട്ട് പരിപാടി അവതരിപ്പിക്കാൻ തുടങ്ങാടാ. ഇവിടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പയ്യനുണ്ടായിരുന്നു. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു വെച്ചാൽ ഇവിടെ ഇപ്പൊ ചോദിക്കാനും പറയാനുള്ള ആള് ഞാനാണ്. അപ്പൊ എന്റെ അടുത്ത് ഒരു പെർമിഷൻ മേടിച്ചിട്ട് വേണം ഇവിടെ എന്ത് നടത്തണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി. ഇത്ര നേരം ഇവിടെ ഫ്ലോറിലുണ്ടായിരുന്ന ഒരു പയ്യനായിരുന്നു. അതുകൊണ്ട് ഞാൻ പയ്യനോ? ചെറിയൊരു കണ്ട പയ്യനെ പോലെ ഇരിക്കും. ഏത് പയ്യൻ? ഞാനാണ് ചേച്ചി ആ പയ്യൻ. നീ ഇതുവരെ പോയില്ലേ? ചേച്ചി ഇവിടെ ഒറ്റക്കാക്കിട്ട് ഞാനെങ്ങനെ പോവാനാ? മാത്രല്ല സുരാജേട്ടൻ ഇവിടെ ഇല്ലാത്ത അവസ്ഥയില് ഒരു ആൺതുണയായിട്ട് ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്യാൻ വന്നത് ഞാൻ. ആൺതുണയോ? നീയോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് നാടാവുന്നില്ലടാ ഇങ്ങനെ പറയാൻ? ആ അന്നേരം പോട്ടെ. ഞാൻ ആദ്യം കൊണ്ടുവന്ന ആ പയ്യൻ തരക്കേടില്ലാതെ ഇവിടെ പെർഫോം ചെയ്തു. അതുകൊണ്ട് ഇപ്പൊ ഈ ചേട്ടൻ എന്ത് ചെയ്യുന്ന പറഞ്ഞേ? ചേട്ടൻ മിമിക്രി, ശബ്ദാനുകരണം. രാഷ്ട്രീയ നേതാക്കന്മാരുടെ ശബ്ദം അനുകരിക്കും. ആ അങ്ങനെയാണ്. ട്രൈ ചെയ്ത് നോക്കാം. നീ ഇവിടെ തന്നെ നിൽക്കണം. എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നീ മാത്രമാണ് ഞാൻ ഗ്യാരണ്ടി. ഉത്തരവാദിത്വം. അപ്പൊ ചേട്ടാ ഒന്ന് പരിചയപ്പെടുത്തു. എൻ്റെ ഒരു സാബു. ഞാൻ ഒരു പത്രത്തിൽ വർക്ക് ചെയ്യാണ്. കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ശബ്ദമാണ് ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഞാൻ ഇവിടെ ഒന്ന് അനുകരിക്കുകയാണ്. ആദ്യമായിട്ട് കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി. നമ്മുടെ മുഖ്യമന്ത്രി കൈയ്യടി. ഇന്ന് രാജ്യം അനുകൂലിക്കുന്നവർ, ഇന്ന് രാജ്യക്ക് വേണ്ടി റാലി നടത്തുന്നവർ, ഇന്ന് രാജ്യയുടെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ ഇന്ന് രാജ്യത്തെ തള്ളിപ്പറഞ്ഞവരാ. കോൺഗ്രസിനെ പാതാളത്തിലേക്ക് കൊണ്ടുപോകും എന്ന് ഉറപ്പായപ്പോൾ മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. തലക്ക് തല, കൈക്ക് കൈ. ഈ രീതിയിൽ കണ്ണൂരിൻ്റെ രാഷ്ട്രീയം എവിടെ ചെന്ന് അവസാനിക്കും എന്നാണ് ഇന്നത്തെ പ്രസക്തമായ ചോദ്യം. തകർത്തു ചേട്ടാ, തകർത്തു. നിനക്കൊരു കൈ ഇരിക്കട്ടെ. കൊള്ളാം കേട്ടോ. അടുത്ത ശ്രീ പിണറായി വിജയൻ. മിസ്റ്റർ ആന്റണി, ഇവിടെ ഒരു രാഷ്ട്രീയ സദാചാര ലംഘനത്തിനെ കുറിച്ച് പറയേണ്ടായി. ഇവിടെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സദാചാര ലംഘനങ്ങളുടെ ഫലമായിട്ടല്ലേ മിസ്റ്റർ ആന്റണി വന്നിട്ടുള്ളത്? അപ്പോ ആന്റണിക്ക് ഈ രാഷ്ട്രീയ സദാചാരത്തിനെ കുറിച്ച് പറയാൻ എന്താണ് അർഹത? സ്പീക്കർ സ്വമേധയാ രാജിവെക്കുകയാണെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ടി വരും. കത്തി കണ്ട പേടിച്ചോടുന്നവരല്ല ഞങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ. ഭീഷണിയും വിരട്ടലും ഒന്നും ഈ പാർട്ടിയുടെ അടുത്ത് വേണ്ട. അത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ നന്ന്, മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയാൽ നന്ന്. അടുത്തതായിട്ട് കെ എം മാണി, ധനകാര്യമന്ത്രി ശ്രീ കെ എം മാണി. PC വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പറ്റം ആളുകൾ അമ്പത്തിൽ നിന്ന് ഇപ്പുറത്തോട്ട് വന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ എന്റെ ഓരോ ബഡ്ജറ്റും വളരെ വ്യത്യസ്തമാണ്. ഒരു ബേസിക് ചേഞ്ച്, ഒരു ബേസിക് ഇംപ്ലിമെന്റേഷൻ, ഒരു അക്കൾച്ചറേഷൻ, ഇതെല്ലാം ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. എന്റെ ഈ ബജറ്റ് ഞാനിവിടെ വഹിക്കുകയാണ്. ഇതിനു വേണ്ടി അക്ഷീണം പ്രയത്നിച്ച പ്രതിപക്ഷത്തിന്, ഉറക്കമിളച്ചു കാത്തിരുന്ന പ്രതിപക്ഷത്തിന് എന്റെ നന്ദി. പൊളിച്ച്. ഇനി അടുത്തായിട്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ശ്രീമാൻ കെ കരുണാകരൻ. അതേപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ശ്രീമാൻ എ കെ ആന്റണിയാണ്. ഇവരുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യാനാ? ഈ മന്നം കയറിയിരുന്ന അവസരം ഇന്നൊരു മന്ദം കയറിയിരിക്കുകയാണ്. നായം പറഞ്ഞ പോപ്പ് എന്ന് പറയാൻ അയാൾക്ക് താളൂല്ലേ? ഏതായാലും ഈ SNDPക്ക് രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഇൻസ്റ്റബിലിറ്റിയുടെ കാലത്താണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്യുക. കലക്കി ചേട്ടാ, കലക്കി. നീ അടുത്ത ആരാണ്? പോരട്ടെ. ശ്രീ കുഞ്ഞാലിക്കുട്ടി. ഓക്കെ, ശ്രീ കുഞ്ഞാലിക്കുട്ടി.
എനിക്ക് നഷ്ടപ്പെടാനോ ഒന്നുമില്ല, കിട്ടാനോ ഒന്നുമില്ല. നിങ്ങൾ എത്ര ശക്തിയിൽ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നോ അതിൻ്റെ ഇരട്ടി ശക്തിയിൽ നമ്മൾ തിരിച്ചു വരും. അത് രാഷ്ട്രീയത്തിലും അതെ, ജീവിതത്തിലും അതെ. അടുത്താരാണ്? മുൻ കേന്ദ്രമന്ത്രി ശ്രീ കെ വി തോമസ്. കെ.വി. തോമസ്. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇലക്ഷൻ്റെ തന്നെ ആവശ്യം വരുന്നില്ല. ദെൻ ദാറ്റ് ആൻഡ് ഓൺലി പ്രാക്ടിക്കൽ ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഇല്ലോജിക്കൽ. ഉമ്മൻചാണ്ടി കോൺഗ്രസിൻ്റെ കമാൻഡർ ചീഫാണ് അദ്ദേഹം. ഇതൊക്കെ UDF വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളെപ്പോലുള്ള നേതാക്കന്മാർക്ക് പലപ്പോഴും അനുകരിക്കാൻ പോലും സാധിക്കാറില്ല. പിന്നെ അവിടുത്തെ സിസ്റ്റമിൽ ഇക്വിലിബ്രിയം ഇസ് ചേഞ്ച്, സിസ്റ്റമിൽ അഡ്ജസ്റ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് എഫക്റ്റ് ഓഫ് ദാറ്റ് ചേഞ്ച് വിൽ ബി നള്ളിഫൈഡ്. അടുത്തായിട്ട് ശ്രീ PC ജോർജ്. PC ജോർജിന് നല്ലൊരു കൈയടി. മനസ്സിലായില്ലേ? ഇതിനെ ഒരു സത്യമുണ്ട് സഹാവി. ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഭരിക്കാൻ സാധിക്കുക? ആക്ഷേപശരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെ ഭരിക്കാൻ സാധിക്കുക? അരുവിക്കര കുന്തം ഈ ഞാനൊരു രാഷ്ട്രീയമായിട്ടൊരു ചലഞ്ച് ഏറ്റെടുത്തു. അതിൽ ചിലപ്പോൾ തെറ്റുപറ്റിയിട്ടുണ്ടാകാം. പക്ഷേ രാഷ്ട്രീയത്തിൽ ഈ ബാർക്കോഴയും ബഡ്ജറ്റ് വിറ്റും കാശും എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിലേ അരുവിക്കര പുഷ്പം പോലെ ചെയ്യുന്നേ. മനസ്സിലായോ? തകർത്തു ചേട്ടാ, തകർത്തു. അടിപൊളിയായിരുന്നു. ഈ അടുത്ത കാലത്ത് ഒരുപാട് പേര് വളരെ നമ്മൾ രാഷ്ട്രീയക്കാർ സ്റ്റേജിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എല്ലാവരുടെയും സൗണ്ട് ചെയ്ത ഒരാളെ ഇപ്പോഴാണ് കണ്ടത്. വെരി ഗുഡ്, അടിപൊളിയല്ലായിരുന്നോ? ഒരു നല്ല ഗൈഡ് കൊടുത്തോളൂ. അപ്പോൾ ഇത്രയും നല്ലൊരു കലാകാരനെ കൊണ്ടുവന്നതുകൊണ്ട് തൽക്കാലം തന്നെ ഞാൻ വെറുതെ വിടുന്നു. ചെല്ല്. അപ്പൊ ശരി ചേട്ടാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദലൻ ജിമാർട്ടിന്റെ ഇന്നത്തെ ഈ ചിരിയരങ്ങ് ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ ചിരിക്കാഴ്ചകളുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് നൈറ്റ്.